അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പറയുമ്പോൾ ആദിയോഗി അല്ലെങ്കിൽ ഇഷ യോഗ സെൻറ്റർ, ഇഷ ഫൗണ്ടേഷൻ പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ നേരത്തെയും പോയി കാണാം ആ സ്ഥലത്തേക്ക്. അത് കോയമ്പത്തൂരിൽ വരുന്ന ഇഷ ഫൗണ്ടേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം കാറിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല മൂഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് ദൂരം ഉള്ളൂ, ഒരു പാലക്കാട് നിന്നാകുമ്പോൾ ഒരു 1.5 മണിക്കൂർ യാത്ര, മാക്സിമം 2 മണിക്കൂർ ആ ഒരു ഇതിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ യോഗ സെൻറ്റർ പറയുമ്പോൾ അവിടെ ഒരു ആദിയോഗിയുടെ സ്റ്റാച്യു ഉണ്ട്. നമ്മൾ നേരത്തെയും പോയിട്ടുള്ളതാണ്. ഈ ആദിയോഗി സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബസ് വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 14D പറഞ്ഞ ആ ബസ്സിൽ കയറിയാൽ മതി. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയത്. 14D ബസ് വരെ നമുക്ക് നേരെ യോഗ സെൻറ്റർ ഈശ ഫൗണ്ടേഷൻ്റെ അകത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ആ ഒരു ഈശ യോഗ സെൻറ്ററിൻ്റെ മെയിൻ കവാടം. അപ്പോൾ ഇത് കൂടെ നമുക്ക് വേണം പോകാൻ. നല്ലൊരു ഉള്ളിലേക്കുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഈ മെയിൻ എൻട്രൻസിന് ഒരു 1.5 കിലോമീറ്റർ കുറച്ചുകൂടി ഉള്ളിലേക്ക് വേണം പോകാൻ. അപ്പോൾ ഇതൊരു ബ്രിക്കുള്ള ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഷേക്കാവുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ വണ്ടിയിലാവുകൊണ്ട് തന്നെ, ബസ്സിലാണെങ്കിലും അവർ ഇത് കൂടെ തന്നെ പോവുക. ബസ്സിലാണെങ്കിലും നമുക്ക് നേരിട്ട് അവരുടെ ഗ്രൗണ്ട് വരെ അവരെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളെന്തായാലും കാറിലാണ്, നമുക്ക് അങ്ങനെ പോയി നോക്കാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് 2 ഭാഗത്തും മരങ്ങൾ കാണാം. മൊത്തം പച്ചപ്പാണ്. അപ്പോൾ അത്രയും സ്ഥലം അവർക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ബോർഡൊക്കെ അവിടെ കാണാൻ കഴിയും, പാർക്കിംഗ്. അപ്പോൾ അവിടെ കാർ പാർക്കിംഗ് എല്ലാത്തിനും നമുക്ക് കുറച്ച് ഫീസൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫീസൊക്കെ കൊടുത്തു, 30 രൂപ കൊടുത്തു, പാർക്ക് ചെയ്യാൻ പോവുകയാണ് വണ്ടി. അപ്പോൾ അവർക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് കാണാം ബോർഡിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ഉണ്ട്. അപ്പോൾ എക്സിറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. എന്തായാലും എടുത്ത് തിരിച്ച് പോകുമ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, ഈശ യോഗ സെൻറ്റർ അല്ലെങ്കിൽ ഈശ ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു കാലാവസ്ഥയാണ്. അത്യാവശ്യം മൂടലും അധികം വെയിലൊന്നുമില്ല. ദൂരത്തുനിന്ന് നമുക്ക് ആ ഒരു ആദിയോഗിയുടെ സ്റ്റാച്യു കാണാൻ കഴിയും. അത്രയും ദൂരം നമുക്ക് ഇനി നടക്കണം. അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ മൊത്തം പച്ചപ്പാണ്. മൊത്തം പച്ചപ്പും മലയെല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൗന്ദര്യം നമുക്ക് അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾ നേരിട്ട് അവിടെ പോയി കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാം. എനിക്ക് ഈ എൻട്രൻസ് ആ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റുമുണ്ട്, അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ തന്നെ കുറേ ആൾക്കാരും വേറെ ദിക്കത്തുനിന്നൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ബസ് വരെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർക്കിംഗ് ഏരിയ, അവരുടെ ഗ്രൗണ്ട് വരെ നിങ്ങൾക്ക് നേരിട്ട് വരാൻ, നടക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ 14D പറഞ്ഞൊരു ബസ്സിൽ നിങ്ങൾ കയറി വന്നാൽ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ കഴിയും. അപ്പോൾ ഇത് കണ്ടില്ലേ, ബ്രിക്സ് കണ്ടില്ലേ, അത്രയും ബ്രിക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ആദിയോഗി സ്റ്റാച്യുവിലേക്ക് അത്രയും ദൂരമുണ്ട്. നമ്മൾ പാർക്ക് ചെയ്തൊന്നും കുറേ ദൂരമുണ്ട് അവിടേക്ക്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ആദിയോഗി സ്റ്റാച്യു. ആ ഒരു ആദിയോഗി സ്റ്റാച്യുയുടെ ഹൈറ്റ് പറയുമ്പോൾ 112 ഫീറ്റാണ്, 34 മീറ്റർ ടോളാണ്. അങ്ങനെ തന്നെ അവരുടെ നീളം പറയുമ്പോൾ 147 ഫീറ്റും അതിൻ്റെ വീതി 82 ഫീറ്റും ആണ്. അപ്പോൾ ഇതൊരു കോയമ്പത്തൂർ, ഞാൻ പറഞ്ഞ പോലെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ ഇതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഈ ഒരു ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ലാർജസ്റ്റ് ബസ്റ്റ് സ്കൾപ്ചറിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. ദൂരത്തുനിന്ന് കാണുമ്പോൾ ചെറുതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു കഴുത്തിൽ കിടക്കണ ആ ഒരു മാല, അല്ലെങ്കിൽ അതൊക്കെ രുദ്രാക്ഷത്തിനുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു സൈസ് നമുക്ക് അപ്പോഴേ അറിയാൻ കഴിയും. ദൂരത്തുനിന്നാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് അടുത്ത് പോകുമ്പോൾ നല്ലൊരു സൈസുള്ള സംഭവം തന്നെയാണ്. അങ്ങനെ തന്നെ അതിൻ്റെ ആ സ്കൾപ്ചറും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സദ്ഗുരു ആണ്. അത് ഫൗണ്ടർ ആൻഡ് ഹെഡ് ഓഫ് ഇഷ ഫൗണ്ടേഷൻ ആണ് അവർ. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് പറയുമ്പോൾ 500 ടണ്ണാണ് കേട്ടോ വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് പോകണം, കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാണ്ട്. ഇതൊരു ആദിയോഗിയുടെ സ്റ്റാച്യു മാത്രമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ചെറിയ പൂജ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വഴിയുണ്ട്. സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യോഗ നടത്തുന്ന സ്ഥലം, അല്ലെങ്കിൽ അതിൻ്റെ ധ്യാനലിംഗം പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടും.
അപ്പോൾ അങ്ങനെ നടന്ന് പോകാണ്ട് കുറച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റിക്ഷാസും അവൈലബിൾ ആണ്. അങ്ങനെ റിക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ കാറുടെ വണ്ടി, അങ്ങനത്തെ കുറേ അവരുടെ ഇതുണ്ടല്ല. അതിനും കുറച്ച് എമൗണ്ട് ഉണ്ടാവും. 30 രൂപ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നടത്തം ഒഴിവായി കിട്ടും. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നടക്കുകയും ചെയ്യാം. നമുക്ക് ആ ബാക്ക് നല്ല ആ ഒരു ലുക്ക് കാണാം, നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് 2017 കേട്ടോ ആൾക്കാർക്ക് ഇത് തുറന്നു തുടങ്ങിയത്. നമ്മുടെ PM നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങി. നമുക്ക് ആ ഒരു ധ്യാനലിംഗം വരെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ പശുവും കാളയൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാളയും ഇവർ ഫുള്ള് നോക്കുമ്പോൾ, ചുറ്റും നോക്കുമ്പോൾ മൊത്തം ഗ്രീനറിയാണ്, മൊത്തം പച്ചപ്പാണ്. അപ്പോൾ ഇവരെ വെച്ചിട്ടൊക്കെ തന്നെയാണ് അവരുടെ റിക്ഷ ആയിട്ട് അവർ ഉപയോഗിക്കും. ആൾക്കാർക്ക് വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ കൊണ്ടുപോയി ആ ധ്യാനലിംഗം വരെ കൊണ്ടുപോയാക്കും. പിന്നെ ഇലക്ട്രിക് അവരുടെ കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി അങ്ങനെ ഇവിടെ എത്താൻ കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ധ്യാനലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അധികം കയറുന്നില്ല. നേരത്തെ കയറിയിട്ടുള്ളതാണ്, നിലവിൽ ചെറിയ പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ട് നേരെ തിരിച്ച് പോന്നു. അപ്പോൾ നിങ്ങൾ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വരും. അതുവരെ താങ്ക് യു.